ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്. നമുക്കറിയാം +1 ബോട്ടണി ചാപ്റ്ററാണ് സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്. ഇതിനകത്ത് ഈ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. +1 ഫോക്കസ് ഏരിയയും എൻട്രൻസ് ബേസും കൂടിയാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഈ വൈറ്റ് പോർഷൻ നിങ്ങൾക്ക് ക്യാപ്സ്യൂളാക്കിയാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. വാട്ട് ഈസ് സെൽ? സെൽ ഈസ് ദ ഫണ്ടമെൻ്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. അപ്പോൾ എന്താണ് സെല്ല്? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്, കേൾക്കുന്നതാണ് സെൽ എന്ന് പറഞ്ഞാൽ. ഫണ്ടമെൻ്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസം. എല്ലാ ഓർഗാനിസത്തിൻ്റെയും ഫണ്ടമെൻ്റലായിട്ടുള്ള, സ്ട്രക്ചറലായിട്ടുള്ള, ഫങ്ഷണലായിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്? സെൽ എന്ന് പറയുന്നത്. ഈ സെല്ലിനെ ആരാണ് ഫസ്റ്റ്, ലീവ് സെല്ലിനെ ആരാണ് ഫസ്റ്റ് കണ്ടെത്തിയത്? ആൻറ്റൺ വോൺ ലിവൻഹൂക്ക് ഫസ്റ്റ് സോ ആൻഡ് ഡിസ്ക്രൈബ്ഡ് എ ലീവ് സെൽ. അപ്പോൾ അതായത് ലീവ് സെൽ, ലിവിങ് സെല്ലിനെ കണ്ടെത്തിയതാരാണ്? ആൻറ്റൺ വോൺ ലിവൻഹൂക്കാണ്. കുഞ്ഞ് ക്ലാസ് മുതലേ നമ്മൾ കേൾക്കുന്നതാണ് റോബർട്ട് ഹൂക്ക് ഒബ്സർവ്ഡ് സെൽ. അപ്പോൾ അദ്ദേഹം സെല്ലിനെ ഫസ്റ്റ് കണ്ടെത്തിയ അദ്ദേഹമാണ്, നമ്മൾ കുഞ്ഞ് ക്ലാസ്സിലേ പഠിക്കുന്നു. പക്ഷെ അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? ഡെഡ് സെല്ലാണ്. അപ്പോൾ ലീവ് സെൽ. ഇപ്പോൾ രണ്ടും വ്യത്യാസം മനസ്സിലാക്കണം. പ്ലാന്റ് സെൽ ഡിസ്കവേർഡ് ബൈ മത്യാസ് ലീഡൻ ഇൻ 1838. ആനിമൽ സെൽ ആരാണ് കണ്ടെത്തിയത്? തിവാഡർ ഷ്വാൻ ഇൻ 1839. ഈ ഒരു പോർഷൻ എൻട്രൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പോർഷനാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ സെല്ലിനെ സ്റ്റഡി ചെയ്തുകൊണ്ട് തിവാഡർ ഷ്വാൻ എന്തു പറഞ്ഞു? ഒരു തിൻ ഔട്ടർ ലെയർ മെംബ്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആ മെംബ്രെയിൻ എന്താണ് എന്നുള്ളതിൻ്റെ നെയിം ആര് ചെയ്തില്ല? ഷ്വാൻ ചെയ്തില്ല. ലേറ്റർ ആ ഒരു മെംബ്രെയിനെ പറഞ്ഞ പേരാണ് എന്ത്? പ്ലാസ്മ മെംബ്രെയിൻ. അദ്ദേഹമല്ല പറഞ്ഞത്, ലേറ്റർ അദ്ദേഹം പറഞ്ഞ തിൻ ഔട്ടർ ലെയറിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് അറിയപ്പെട്ടത്. സെൽ വാൾ കണ്ടെത്തിയതും ഷ്വാൻ തന്നെയാണ് കേട്ടോ. പ്ലാന്റ് ടിഷ്യൂനെ എടുത്തിട്ട് സ്റ്റഡി ചെയ്തു. യുണീക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആർക്കുണ്ടെന്ന് പറഞ്ഞു? പ്ലാന്റ്സിനുണ്ടെന്ന് പറഞ്ഞു. അത് എന്താണ്? സെൽ വാൾ പ്രസൻറ്റഡ് ആണ് എന്ന് പറഞ്ഞതും ഷ്വാൻ തന്നെയാണ്. നെക്സ്റ്റ്, സെൽ തിയറി. ഈ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ബോത്ത് എൻട്രൻസ് ആൻഡ് ബോർഡ് എക്സാം. ഓക്കെ. സെൽ തിയറി കമ്പോസ് ചെയ്തിരിക്കുന്നത് 2 സയൻറ്റിസ്റ്റ് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്. ആരൊക്കെ? മത്യാസ് ലീഡൻ ആൻഡ് തിവാഡർ ഷ്വാൻ. അവരെന്താ പറഞ്ഞത്? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ്. എല്ലാ ഓർഗാനിസവും എന്തുണ്ട് അവർക്ക്? ഒരു സെല്ലുണ്ട്. അതുമാത്രമല്ല ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് സെൽസും അവർക്കുണ്ട്. എല്ലാ ഓർഗാനിസത്തിനും സെല്ലുണ്ട്, അതിന് പ്രോഡക്റ്റ് ഓഫ് സെല്ലുണ്ടെന്നും പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഈ പ്രോഡക്ട്സ് ഓഫ് സെൽ ഉള്ളത് എന്ന്, എങ്ങനെയാണ് ആ പ്രോഡക്ട്സ് ഓഫ് സെൽ ഉണ്ടാവുന്നത് എന്ന് അവർ കണ്ടെത്തിയില്ല. അതാണ് അവരുടെ ഫെയിലിയർ. ദേ ഡിഡ്ന്റ് എക്സ്പ്ലെയിൻ ഹൗ ന്യൂ സെൽസ് വെയർ ഫോംഡ്. അതായത് സെൽ ഡിവിഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ആര് കണ്ടെത്തിയില്ല? മത്യാസ് ലീഡനും തിവാഡർ ഷ്വാനും കണ്ടെത്തിയില്ല. 1855 സെൽ തിയറി മോഡിഫൈ ചെയ്തു. ആരാണ്? റുഡോൾഫ് വിർച്ചോ മോഡിഫൈഡ് ദി സെൽ തിയറി. അദ്ദേഹം എന്താ പറഞ്ഞത്? ഹി ഡിസ്കവേർഡ് സെൽ ഡിവിഷൻ ആൻഡ് ഗിവ് എ ഫൈനൽ ഷേപ്പ് ഫോർ ദി സെൽ തിയറി. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? എങ്ങനെയാണ് പ്രീ എക്സിസ്റ്റിംഗ് സെൽ ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. അതാണ് ഒമ്നിസ് സെല്ലുലായെ സെല്ലുല. ദ സെൽസ് ഡിവൈഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ്. അതായത് ഒരു സെല്ലിനെ എടുത്താൽ ആ സെല്ല് എന്താകുന്നു? അത് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയൊരു സെല്ല് ഉണ്ടാകുന്നത് എന്ന് ആര് പറഞ്ഞു? റുഡോൾഫ് വിർച്ചോ പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? സെൽ തിയറിനെ അദ്ദേഹം മോഡിഫൈ ചെയ്തു. ഹൂ മോഡിഫൈഡ് സെൽ തിയറി എന്നും ഒമ്നിസ് സെല്ലുലായ സെല്ല എന്താണെന്നും ക്വസ്റ്റ്യൻസ് എന്തായാലും ഇവിടെ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇയറും പഠിച്ച് വെക്കണം. എൻട്രൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇയറും പഠിച്ച് വെക്കണം. ബോർഡ് എക്സാമിന് ഈ ഒമ്നിസ് സെല്ലുലായ സെല്ലുല ആ ഒരു പോർഷൻസ് മാത്രം, ഈ മോഡിഫൈഡ് സെൽ തിയറി എന്താണെന്നുള്ളതും പഠിച്ച് വെച്ചാൽ മതിയാകും. ഓക്കെ. അപ്പോൾ ഫൈനലി മോഡിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സെൽ തിയറി അറിയപ്പെടുന്നത് എങ്ങനെയാണ്, മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ്. ഓൾ സെൽസ് ആർ റേസസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അപ്പോൾ ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മോഡിഫൈ ചെയ്തിട്ടുള്ള സെൽ തിയറിയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത്.
ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ സെൽ തിയറിയുടെ ഇതാണ് നമ്മൾ എഴുതാനുള്ളത് കേട്ടോ. പ്രോക്യാരിയോട്ടിക് സെൽ ആൻഡ് യൂക്യാരിയോട്ടിക് സെൽ. ടു ടൈപ്സ് ഓഫ് സെൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. വൺ ഈസ് പ്രോക്യാരിയോട്ടിക് സെൽ ആൻഡ് ദി അതർ വൺ യൂക്യാരിയോട്ടിക് സെൽസ്. ഈ പ്രോക്യാരിയോട്ടിക് സെൽസ് എവിടെയാണ് കാണുന്നത്? ഒൺലി മൊണേറൻസ്. നമ്മൾ ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് എന്തായാലും പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് നമുക്കറിയാം മൊണേറൻസ് എന്താണ്, ഏതൊക്കെയാണ് മൊണേറൻസ്, പ്രോട്ടിസ്റ്റൻസ് ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ ആ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിക്കും. ഈ ഒരു പോർഷൻ നോക്കുക. ഓക്കെ, പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം, ബാക്ടീരിയ. യൂക്യാരിയോട്സ് ആണെങ്കിലോ ആനിമൽസ്, ഫംഗൈ, പ്ലാന്റ്സ്, പിന്നെന്താ ഓൾ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു? യൂക്യാരിയോട്ടിക് ആയിട്ട് ഉൾപ്പെടുത്തുന്നു. പിന്നെ സിംഗിൾ സെല്ലുലാർ ആയിട്ട് പ്രോട്ടിസ്റ്റൻസ് നമ്മൾ യൂക്യാരിയോട്ടിക്കിലാണ് ഉൾപ്പെടുത്തുന്നത്. അത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കും. പ്രോക്യാരിയോട്സ് വരെയാണ് ഈ ഒരു പോർഷൻസ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ടായിട്ട് യൂക്യാരിയോട്ടിക്കിനെ വൈഡായിട്ട് പറയാം. ഓക്കെ, 2 സെൽ ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. വൺ ഈസ് പ്രോക്യാരിയോട്ടിക് സെൽസ് ആൻഡ് ദ അതർ വൺ യൂക്യാരിയോട്ടിക് സെൽസ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പ്രോക്യാരിയോട്സ് നോക്കാം. വാട്ട് മീൻ ബൈ പ്രോ? ഇറ്റ്സ് നോ ആൻഡ് കാരിയോ ന്യൂക്ലിയസ്. അപ്പോൾ ഇവരെന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്തവരാണ് പ്രോക്യാരിയോട്സ്. സെൽസ് ദാറ്റ് ലാക്ക് എ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. അപ്പോൾ അവർക്ക് എന്തില്ല? മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് പ്രസൻറ്റഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രസൻറ്റ്. അതിനെ പറയുന്ന പേരെന്താണ്? റൈബോസോം. അതായത് നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള എന്ത് കാണപ്പെടുന്നവർക്ക്? ഓർഗനൽസ് ഉണ്ട്. റൈബോസോം എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഇനി യൂക്യാരിയോട്ട് നോക്കാം. ജസ്റ്റ് സിമിലാരിറ്റിയും ഇതിൻ്റെ ഒരു ജസ്റ്റ് മനസ്സിലാക്കാനുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. യൂക്യാരിയോട്സിൻ്റെയും പ്രോക്യാരിയോട്സിൻ്റെയും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറയുന്നത്. യു മീൻസ് വാട്ട്? ട്രൂ. കാരിയോ ന്യൂക്ലിയസ്. അപ്പോൾ ഇവരെന്താണ്? ന്യൂക്ലിയസ് ക്യാരി ചെയ്യുന്നവരാണ് യൂക്യാരിയോട്ടിക്. അപ്പോൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രസൻറ്റ്. അപ്പോൾ ഇവർക്ക് എന്താണ്? മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഓർഗനൽസ് ഇവരിൽ കാണപ്പെടുന്നു. ഏതൊക്കെ? ഒരു എക്സാമ്പിൾ പറയാം, ഗോൾഗി ബോഡി. പിന്നെ ഒരു എക്സാമ്പിൾ ഏതാ? ക്ലോറോപ്ലാസ്റ്റ്. നമ്മൾ എന്തായാലും ഇത് യൂക്യാരിയോട്ടിക് പോർഷൻ എടുക്കുമ്പോൾ ഇതിനെല്ലാം നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. നെക്സ്റ്റ് നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രസൻറ്റ്. അപ്പോൾ 2 പേർക്കുള്ള സിമിലാരിറ്റി എന്താണ്? 2 ആൾക്കും നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് കാണും. അത് ഏതാണ് ഓർഗനൽ? റൈബോസോം. യൂക്യാരിയോട്ടിക് മാത്രം എടുത്ത് നോക്കുമ്പോൾ യൂക്യാരിയോട്ടിക്കിൽ ആനിമൽ സെല്ലിൽ എന്ത് കാണുന്നു? സെൻട്രിയോള്. സെൻട്രിയോൾ ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. അത് എന്തിനെ സഹായിക്കുന്നു? സെൽ ഡിവിഷൻ. ആനിമൽ സെല്ലിൽ സെൽ ഡിവിഷനെ സഹായിക്കുന്നതാണ് ഈ നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനലായ സെൻട്രിയോൾ. നമുക്കത് യൂക്യാരിയോട്ടിക്കിൽ പഠിക്കാം. ജസ്റ്റ് ഔട്ട്ലൈനായി പറഞ്ഞു തന്നതേ ഉള്ളൂ കേട്ടോ. പ്രോക്യാരിയോട്ട് സെൽസ് ആർക്കൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് നോക്കാം. എക്സാമ്പിൾസ് ആരൊക്കെയാ? ബാക്ടീരിയ, സയനോബാക്ടീരിയ. അവർ പറയുന്ന പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. പിന്നെ മൈക്കോപ്ലാസ്മ ആൻഡ് PPLO. എന്താ PPLO? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഈ PPLO ഒക്കെ നമുക്ക് എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് ചോദിക്കാം, അല്ലാതെ 1 മാർക്ക് ബോർഡ് എക്സാമിനും ചോദിക്കാം. സ്മോളർ ആൻഡ് മൾട്ടിപ്ലൈ മോർ റാപ്പിഡ്ലി. അപ്പോൾ ഇവർ സൈസ് ഏറ്റവും സ്മോളാണ്, മാത്രമല്ല പെട്ടെന്ന് എന്തായി മൾട്ടിപ്ലൈ ആവും പെട്ടെന്ന്. ഓക്കെ, സെൽസ് ഡിഫർ ഗ്രേറ്റ്ലി ഇൻ സൈസ്, ഷേപ്പ് ആൻഡ് ആക്ടിവിറ്റീസ്. അവരുടെ സെൽസ് എന്തെല്ലാം രീതിയിൽ ഡിഫറെൻ്റ് ആണ്? സൈസ്, ഷേപ്പ് ആൻഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് മൈക്കോപ്ലാസ്മാസ്, വെരി സ്മോളസ്റ്റ് സെൽ സൈസ്. അപ്പം ഈ എക്സാമ്പിൾസിൽ നമ്മൾ ബാക്ടീരിയ ഇവരെല്ലാത്തിലും പറയുമ്പോഴത്തേക്ക് ആരാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളവർ? മൈക്കോപ്ലാസ്മ. ഇവരുടെ സൈസ് എത്രയാണ്? അവരുടെ സെല്ലിൻ്റെ സൈസ് എത്രയാണ്? 0.3 മൈക്രോമീറ്ററാണ്. നോർമലി ഒരു ബാക്ടീരിയയുടെ സൈസ് എത്രയാണ്? 3 to 5 മൈക്രോമീറ്റർ. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെല്ലുള്ള ആർക്കാണ്? മൈക്കോപ്ലാസ്മയ്ക്കാണ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് 4 ബേസിക് ഷേപ്സ്. വൺ ഈസ് ബാസിലസ്, നെക്സ്റ്റ് കോക്കസ്, വിബ്രിയോ, സ്പൈറില്ലം. ബാസിലസ് എങ്ങനത്തെയാണ്? റോഡ് ഷേപ്പ്ഡ് ആണ്. ആ ഫിഗർ കണ്ടാൽ അറിയാൻ പറ്റും, റോഡ് ഷേപ്പ്ഡ്. കോക്കസ് എങ്ങനത്തെയാണ്? സ്ഫെറിക്കൽ ഷേപ്പ്ഡ്. ദെൻ വിബ്രിയോ കോമ ഷേപ്പ്ഡ്. സ്പെറില്ലം സ്പൈറൽ ഷേപ്പ്ഡ്. ആ ഒരു ഫിഗർ ജസ്റ്റ് മുകളിൽ റോഡ് ഷേപ്പ് സ്പൈറൽ എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചങ്ങലണക്ക് വരുന്നതാണ് സ്പൈറൽ. പിന്നെ കോക്കസ് എന്താണ്? സ്ഫെരിക്കലാണ്, റൗണ്ട് ഉണ്ടയായിട്ടുള്ള റൗണ്ട് ഷേപ്പ്ഡ് ആണെന്ന് പറഞ്ഞു. കോമ മീൻസ് വിബ്രിയോ, കോമയാണ്. അപ്പോൾ ഇത് ആ ചെറുതായിട്ട് ഈ റോഡ് എങ്ങനെയാണ്, കോക്കസ് എങ്ങനെയാണ്, ജസ്റ്റ് ഒരു സ്പൈറൽ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി പ്രോക്യാരിയോട്ടിക് സെല്ലിൽ എന്ത് കാണപ്പെടുന്നു? സെൽ വാൾ പ്രസൻ്റ് ആണ്.
സറൗണ്ടിങ് ദി സെൽ മെംബ്രെയിൻ. അതായത് സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ സറൗണ്ട് ചെയ്തിട്ട് എന്ത് കാണുന്നു? സെൽ വാൾ കാണുന്നു. സെൽ വാൾ കാണുന്ന വേറെ ഏതാണ് ഓർഗാനിസം നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഏതാണ്? പ്ലാന്റ്സ് പറഞ്ഞു. ആരാണ് കണ്ടെത്തിയത്? ഷ്വാനാണ്. നമ്മളെല്ലാം പറഞ്ഞു, ഫസ്റ്റ് പോർഷനിൽ പറഞ്ഞായിരുന്നല്ലോ, മറന്നില്ലല്ലോ. ഒന്നുകൂടെ ഓർത്തെടുത്തേ, റീകളക്ട് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് സൈറ്റോപ്ലാസം പ്രസൻറ്റ്. ആർക്ക്? പ്രോകാരിയോട്ടിനും ഉണ്ട്, യൂക്കാരിയോട്ടിനും ഉണ്ട്. യൂക്കാരിയോട്ട് നമ്മൾ പറയുന്നില്ല, ഇനി പറയാം. ഓക്കെ, അപ്പോൾ പ്രോകാരിയോട്ട്സ് നോക്കുക. സൈറ്റോപ്ലാസം പ്രസൻറ്റ്. സൈറ്റോപ്ലാസം എന്താണ്? ഇറ്റ്സ് എ ഫ്ലൂയിഡ് മാട്രിക്സ് ആണ്. നെക്സ്റ്റ്, നോ വെൽ ഡിഫൈൻ ന്യൂക്ലിയസ് ബിക്കോസ് നോ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തത് കൊണ്ട് ന്യൂക്ലിയസ് കാണപ്പെടില്ല. ദെൻ സിംഗിൾ സർക്കുലർ DNA ഔട്ട്സൈഡ് ദി ജിനോമിക് DNA. അതിനെ പറയുന്ന പേരാണ് പ്ലാസ്മിഡ്. അതായത് സിംഗിൾ സർക്കുലർ ആയിട്ടുള്ള, ആ ഫിഗർ നോക്കിയാൽ അറിയാം, പ്ലാസ്മിഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അത് സർക്കുലർ DNA എവിടെ കാണുന്നു? ഈ ജീനോമിക് DNA എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ടീരിയൽ DNA. ബാക്ടീരിയൽ കാണപ്പെടുന്ന DNA ആണ് ജീനോമിക് DNA. ഈ ജീനോമിക് DNA ഔട്ട്സൈഡ് ആയിട്ട് കാണുന്ന, ആ സർക്കുലർ ആയിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? പ്ലാസ്മിഡ് DNA. ഓക്കെ, that is plasmid DNA. Instead nucleoid present where the genetic material placed. അതായത് ഈ ഡോട്ടഡ് ആ ചങ്ങല പോലെ കാണുന്നതിൻ്റെ അടുത്ത് ഡോട്ടഡ് ആയിട്ട് കാണുന്നില്ലേ? ആ ഡോട്ട് എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ഇല്ല നോർമലി, അപ്പോൾ അതുകൊണ്ടാണ് ഡോട്ടഡ് കാണിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞ ന്യൂക്ലിയോയിഡ്, ഈ ന്യൂക്ലിയോയിഡിനകത്താണ് എന്തിനെ കാണുന്നത്? ഈ ജനറ്റിക് മെറ്റീരിയൽ, അതായത് ബാക്ടീരിയൽ DNA കാണുന്നത്. മനസ്സിലായോ? ഓക്കെ, ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ ആര് സഹായിക്കുന്നു? പ്ലാസ്മിഡ് സഹായിക്കുന്നു. മാത്രമല്ല ഇതൊരു റെസിസ്റ്റൻ്റ് ആണ്. എന്തിന് റെസിസ്റ്റൻ്റ് ആണ്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൂടിയാണ്. മനസ്സിലായല്ലോ? മാത്രമല്ല ഈ പ്ലാസ്മിഡ് DNA എന്ത് നൽകുന്നു? ബാക്ടീരിയയ്ക്ക് യുണൈക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ നൽകുന്നു, ഫിനോടൈപ്പിക് ക്യാരക്ടർ നൽകുന്നു. മോർഫോളജി ആയിട്ടും ഡെവലപ്മെൻ്റ് ആയിട്ടും ബിഹേവിയർ ആയിട്ടും യുണൈക്ക് ക്യാരക്ടർ നൽകുന്നത് ആരാണ്? ഈ പ്ലാസ്മിഡ് DNA ആണ്. നെക്സ്റ്റ്, മീസോസോം. ഡിഫറൻഷ്യേറ്റഡ് ഫോം ഓഫ് സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ. ഇറ്റ്സ് എസെൻഷ്യലി ഇൻഫോൾഡിങ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. നോക്കുക, ആ ഫിഗർ നോക്കിയേ. ആ ഗ്രീനിഷ് ആയിട്ടുള്ള പോർഷൻ എന്താണ്? സെൽ വാൾ. തൊട്ട് ഔട്ട്ലൈൻ ആയിട്ട് കാണുന്നത് എന്താണ്? റെഡ് ഔട്ട്ലൈൻ. അത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതിനകത്തൊരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഫോൾഡിങ്, ഒരു ഫോൾഡിങ്, ഈ ചുഴി കണക്കൊരു ഫോൾഡിങ് കാണുന്നുണ്ടോ? അതിനെയാണ് നമ്മൾ പറയുന്നത് മീസോസോം എന്ന്. ഓക്കെ, they help in cell wall formation, DNA replication and distribution to daughter cell. They also help in respiration secretion process to increase the surface area of the plasma membrane. അപ്പോൾ എന്തിനേക്ക് സഹായിക്കുന്നു? സെൽ വാൾ ഫോം ചെയ്യാൻ സഹായിക്കുന്നു. DNA റെപ്ലിക്കേഷൻ ചെയ്തിട്ട് ഡോട്ടർ സെല്ലിന് മദർ സെല്ലിനുള്ളതുപോലെ സെയിം ആയിട്ട് ഡോട്ടർ സെല്ലിന് റെപ്ലിക്കേഷൻ ചെയ്ത് DNA നൽകാൻ സഹായിക്കുന്നു. പിന്നെ റെസ്പിറേഷന് സഹായിക്കുന്നു, സെക്രീഷൻ പ്രോസസ്സിന് സഹായിക്കുന്നു, പ്ലാസ്മ മെംബ്രെയിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്നു. അതായത് DNA റെപ്ലിക്കേഷൻ ചെയ്ത് ഡോട്ടർ സെല്ലിന് സെയിം ആയിട്ട് കൊടുക്കുന്ന സമയത്ത്, അതായത് ജനറ്റിക് മെറ്റീരിയൽ എന്തൊക്കെയാണ് അത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ പ്ലാസ്മ മെംബ്രെയിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ആകുന്നു. അതിന് സഹായിക്കുന്നത് ആരാണ്? ഈ മീസോസോമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സെൽ എൻവലപ്പ് ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻ. സെൽ എൻവലപ്പ് കൺസിസ്റ്റ് ഓഫ് ടൈറ്റ്ലി ബൗണ്ട് 3-layered structure. One is glycocalyx, cell wall, cell membrane or plasma membrane. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയർ, ആ നോക്കുക, റെഡ് കളറാക്കി ചെയ്തിരിക്കുന്ന ആ ഫിഗർ ഒന്ന് നോക്കണം കേട്ടോ. ഗ്ലൈക്കോകാലിക്സ് ആണിത്, ഔട്ടർ ലെയറാണ്. ഈ ഈച്ച് എൻവലപ്പും പല ഫങ്ഷനും സഹായിക്കുന്നു. ആൻഡ് ഈ മൊത്തത്തിൽ, അതായത് ഈ 3 ലെയറും കൂടെ എന്തിന്? ഒരു സിംഗിൾ പ്രൊട്ടക്റ്റീവ് യൂണിറ്റ് ആയിട്ടാണ് ബാക്ടീരിയനെ ഹെൽപ്പ് ചെയ്യുന്നത്. പ്രൊട്ടക്റ്റീവ് യൂണിറ്റാണ്. ഈ 3 പേരും കൂടെ ചേർന്നിട്ടാണ് അതിനകത്തുള്ള ഫ്ലൂയിഡ്, അതിനകത്തുള്ള ഈ ന്യൂക്ലിയോയിഡ്, ജനറ്റിക് മെറ്റീരിയൽ എല്ലാത്തിനും പ്രൊട്ടക്റ്റീവായിട്ട് ലെയർ ചെയ്തിരിക്കുന്നവരാണ് ഈ 3 പേരും. ഇനി നമുക്ക് ബാക്ടീരിയനെ 2 ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് ഗ്രാം നെഗറ്റീവ് ആൻഡ് ദി അതർ വൺ ഈസ് ഗ്രാം പോസിറ്റീവ്. ഗ്രാം പോസിറ്റീവ് എന്താണ്? സ്റ്റെയിൻ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഗ്രാം നെഗറ്റീവ് ആണെങ്കിലോ ദേ ഡു നോട്ട് റെസ്പോണ്ട് ടു സ്റ്റെയിനിങ് പ്രോസസ്സ്. അവർ റെസ്പോണ്ട് ചെയ്യില്ല. ഈ സ്റ്റെയിനിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? അത് നമുക്കറിയാം ബാക്ടീരിയസിൻ ഡിഫറെൻറ്റ് ഷേപ്പ്, എല്ലാം ഡിഫറെൻ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സെൽ വാള്, ന്യൂക്ലിയർ ബോഡി, അതിനെയൊക്കെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സ്റ്റെയിനിങ് പർപ്പസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്ക് പോസിറ്റീവായിട്ട് അത് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നവരുമുണ്ട്, റെസ്പോണ്ട്
ചെയ്യാത്തവരുമുണ്ട്. റെസ്പോണ്ട് ചെയ്യുന്നവരെ ഗ്രാം പോസിറ്റീവ് ഗ്രൂപ്പിലോട്ട് ആക്കുന്നു, റെസ്പോണ്ട് ചെയ്യാത്തവരെ ഗ്രാം നെഗറ്റീവ് ഗ്രൂപ്പിലോട്ട് മാറ്റുന്നു. ഓക്കെ. ബാക്ടീരിയൽ സെല്ലിൽ മോട്ടൈലുമുണ്ട്, നോൺ മോട്ടൈലുമുണ്ട്. മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്, ദേ ഹാവ് മൂവ്മെൻറ്റ്. നോൺ മോട്ടൈൽ നോ മൂവ്മെൻറ്റ്, ആ നിൽക്കുന്ന പൊസിഷനിൽ തന്നെ നിൽക്കും. അപ്പോൾ ഈ മോട്ടൈലായിട്ടുള്ളവർ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന എന്താണ്, ഒരു തിൻ ലെയർ ഓഫ് എക്സ്റ്റൻഷനാണ്. അത് ഫ്ലെജെല്ല എന്നാണ് പറയുന്നത്. ആ ഫ്ലെജെല്ല നോക്ക്, ആ ഫിഗർ നോക്കിയേ, ആ സെൽ വോളിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് ഈ പുറത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തിൻ ഫിലമെൻറ്റസ് എക്സ്റ്റൻഷൻസ് ഫ്രം സെൽ വോൾ. അപ്പോൾ സെൽ വോളിൽ നിന്നുള്ളൊരു തിൻ ഫിലമെൻ്റ് ആയിട്ടുള്ള എക്സ്റ്റൻഷനാണ്, പുറത്തോട്ട് വാല് പോലെ കിടക്കുന്നതിനെയാണ് ഈ ഫ്ലെജെല്ല എന്ന് പറയുന്നത്. അത് എന്തിനെ സഹായിക്കുന്നു? ബാക്ടീരിയ സെല്ലിനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സർഫസിൽ വേറെ 2 എക്സ്റ്റൻഷൻസും കൂടെ നമുക്ക് കാണാൻ കഴിയും. ഫ്ലെജെല്ലം കഴിഞ്ഞാൽ വേറെ 2 ഏതൊക്കെയാണ്? പിലി ആൻഡ് ഫിംബ്രിയ. പില്ലി എന്ന് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ, ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ് എന്തിനുള്ളത്? പിലിക്കുള്ള. നോക്കിയേ, ഒരു വലിയ കമ്പ്, ആ ഫിഗർ നോക്കിയേ, വലിയ കമ്പായിട്ട് കാണുന്നില്ലേ? അതിനെയാണ് ആ ജസ്റ്റ് ബ്രഷ് പോലെ മുള്ള് കണക്ക് കാണുന്നതിന് തൊട്ട് വലിയ കമ്പ് കാണുന്നതാണ് പിലി. ആ പിലി അപ്പോൾ ഓക്കെ, അത് ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചറാണ്, മേഡപ്പ് ഓഫ് പ്രോട്ടീൻ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫിംബ്രിയ. ഈ ഫിംബ്രിയ നോക്കിയേ, സ്മോൾ ബ്രിസ്റ്റിൽ ലൈക്ക് ഫൈബേഴ്സാണ്. അതായത് മുള്ളായിട്ട് നമ്മൾ പല്ല് തേക്കുന്ന ടൂത്ത് ബ്രഷില്ലേ, അതുപോലെ ആ ബ്രഷിൻ്റെയൊക്കെ അടിഭാഗത്ത് ഇങ്ങനെ മുള്ളായിട്ടല്ലേ കാണുന്നത്, അതുപോലെ മുള്ളായിട്ട് കാണുന്ന ഒരു തരം ഫൈബേഴ്സിനെയാണ് ഫിംബ്രിയ എന്ന് പറയുന്നത്. ഓക്കെ, ദേ ഹെൽപ്സ് ടു അറ്റാച്ച് ആൻഡ് റോക്ക് ഇൻ സ്ട്രീം ആൻഡ് ഓൾസോ ഹോസ്റ്റ് ടിഷ്യൂ. ഇതാണ് എന്തിനെ സഹായിക്കുന്നത്? ചില ബാക്ടീരിയാസിന് ഹോസ്റ്റ് ടിഷ്യൂയിലും സം റോക്ക് ഇൻ സ്ട്രീമിലും പറ്റി പിടിച്ചിരിക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ഈ ഫിംബ്രിയയാണ് സഹായിക്കുന്നത്. നെക്സ്റ്റ് നോക്കുന്നത്, നമുക്കറിയാം ഫ്ലെജെല്ലത്തിന് 3 പാർട്സ് ഉണ്ട്. ഒന്നെന്താണ്? ഫിലമെൻറ്റ്, രണ്ടാമത്തേത് ഹൂക്ക്, മൂന്നാമത്തെ ബേസൽ ബോഡി. ഈ ഫിലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് പോർഷനാണ്. കണ്ടേ, വാല് പോലെ കാണുന്ന ലോങ്ങസ്റ്റ് പോർഷനാണ് ഹൈലൈറ്റ് ചെയ്ത് ആ ഫിഗറിൽ കാണിക്കുന്നുണ്ട് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഹൂക്ക് എന്ന് പറഞ്ഞാൽ ഈ സെൽവാളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു പോർഷനിലെയാണ് ഹൂക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ആ ഫിഗർ കണ്ടോ? നെക്സ്റ്റ് പറയുന്നത് ബേസൽ ബോഡി. ആ സെൽവാളിനെ കണക്ട് ചെയ്ത് ക്യാപ്പ് കണക്ക് കണക്ട് ചെയ്യുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബേസൽ ബോഡി. മനസ്സിലായോ? ഡൗട്ട്സ് ഇല്ലല്ലോ? സ്പെഷ്യൽ മെംബ്രെയിനസ് സ്ട്രക്ചറാണ് എന്തെന്ന് പറഞ്ഞു? മീസോസോം എന്ന് പറഞ്ഞു. അത് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഹെൽപ്പ് അതെന്തിനെ സഹായിക്കുന്നു എന്നെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്നും കൂടെ റീകളക്ട് ചെയ്തേ, എല്ലാം കൂടെ ആലോചിച്ചെടുക്കൂ. കിട്ടുന്നുണ്ടോ? യെസ്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻസിൻ്റെ 3 ഫോംസ് ആണ് നമ്മൾ പറയുന്നത്: വെസിക്കിൾസ്, ട്യൂബ്യൂൾസ്, ലാമെല്ലെ. അപ്പോൾ ഈ ഫിഗർ കണ്ടാൽ അറിയാം. ട്യൂബ്യൂൾസ് കണ്ടോ, റൗണ്ട് ഷേപ്ഡായിട്ട് കാണിക്കുന്നത് കണ്ടോ? ലാമെല്ലെ ഇതാ കണ്ടോ? ഇതാണ് ഇതിൻ്റെ 3 ഫോംസ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്കിനി പറയാനുള്ളത് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ? യൂക്യാരിയോട്സ്, റൈബോസോം ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ് തൊട്ട് യൂക്യാരിയോട്ടിക് സെല്ലിനെ ഫുൾ വൈഡായിട്ട് പറയാനുണ്ട്. അത് നെക്സ്റ്റ് പാർട്ടായിട്ട് പറയാം. ഇത് മൊത്തത്തിലായിട്ട് പറയുമ്പോഴത്തേക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലാഗായി ഒരു ബോറിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് പോർഷനായിട്ട് ഇനിയും വരും. ഈ പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബൈ സ്റ്റുഡൻസ്.